തലമുടി നല്ല തിക്കായി വളർത്താൻ പറ്റിയ ഒരു ചെറിയ ടിപ്സ്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ലിക്വിഡ് തയ്യാറാക്കാൻ വേണ്ടി കേശവർദ്ധിനിയുടെ ഇല ഒരു 15 എടുക്കുക. കേശവർദ്ധിനിയുടെ ഗുണങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. പിന്നെ ചെറിയൊരു സവാള കൊത്തി അരിഞ്ഞെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു ആര്യവേപ്പിൻ്റെ ഒരു തണ്ട് മാത്രം മതി, കൂടുതലൊന്നും വേണ്ട. പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ചെമ്പരത്തിപ്പൂവ് കുറച്ച് കൂടുതൽ എടുക്കാം, എനിക്കിപ്പോൾ കുറച്ച് കൂടുതൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ചായപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ, 250 ml വാട്ടറും ചേർത്ത് നല്ലപോലെ തിളപ്പിക്കുക. ചെറിയ തീയിൽ വേണം തിളപ്പിക്കാൻ. തല നല്ലപോലെ മസാജ് ചെയ്ത് ചൂടാക്കിയതിന് ശേഷം വേണം ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കാൻ. തലയിൽ ഓയിൽ തേക്കുന്ന ദിവസം നിങ്ങളിത് തേക്കരുത്. തലയിൽ തേച്ച് പിടിപ്പിച്ച് നല്ലപോലെ മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് മുടി കെട്ടിവെച്ചതിന് ശേഷം 1 മണിക്കൂറെങ്കിലും തലയിൽ വെക്കണം. മുടി നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം ഇത് കഴുകി കളയാൻ പാടുള്ളൂ. ഇതിപ്പോൾ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം ഒരു തുണിയിൽ വെച്ച് അരിച്ചെടുത്താലും മതിയാകും. ഇത് കണ്ടില്ലേ, ഇത്രയും മതി. ഇത് മതി, ധാരാളം മതി നമുക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ. ഇത്രയും നല്ലൊരു ഔഷധം വേറെ ഇല്ല. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കും. ഇത് നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ, അങ്ങനെ നിങ്ങൾ 1 മാസം ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നല്ല ചെറിയ മുടി കിളിർത്ത് വരാനും അതുപോലെ മുടി നല്ല കറുക്കുവാനും സഹായിക്കും. തലമുടി നല്ല തിക്കായി വളർത്താൻ പറ്റിയ ഒരു ചെറിയ ടിപ്സ്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ലിക്വിഡ് തയ്യാറാക്കാൻ വേണ്ടി കേശവർദ്ധിനിയുടെ ഇല ഒരു 15 എടുക്കുക. കേശവർദ്ധിനിയുടെ ഗുണങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. പിന്നെ ചെറിയൊരു സവാള കൊത്തി അരിഞ്ഞെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു ആര്യവേപ്പിൻ്റെ ഒരു തണ്ട് മാത്രം മതി, കൂടുതലൊന്നും വേണ്ട. പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ചെമ്പരത്തിപ്പൂവ് കുറച്ച് കൂടുതൽ എടുക്കാം, എനിക്കിപ്പോൾ കുറച്ച് കൂടുതൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ചായപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ, 250 ml വാട്ടറും ചേർത്ത് നല്ലപോലെ തിളപ്പിക്കുക. ചെറിയ തീയിൽ വേണം തിളപ്പിക്കാൻ. തല നല്ലപോലെ മസാജ് ചെയ്ത് ചൂടാക്കിയതിന് ശേഷം വേണം ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കാൻ. തലയിൽ ഓയിൽ തേക്കുന്ന ദിവസം നിങ്ങളിത് തേക്കരുത്. തലയിൽ തേച്ച് പിടിപ്പിച്ച് നല്ലപോലെ മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് മുടി കെട്ടിവെച്ചതിന് ശേഷം 1 മണിക്കൂറെങ്കിലും തലയിൽ വെക്കണം. മുടി നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം ഇത് കഴുകി കളയാൻ പാടുള്ളൂ. ഇതിപ്പോൾ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം ഒരു തുണിയിൽ വെച്ച് അരിച്ചെടുത്താലും മതിയാകും. ഇത് കണ്ടില്ലേ, ഇത്രയും മതി. ഇത് മതി, ധാരാളം മതി നമുക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ. ഇത്രയും നല്ലൊരു ഔഷധം വേറെ ഇല്ല. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കും. ഇത് നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ, അങ്ങനെ നിങ്ങൾ 1 മാസം ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നല്ല ചെറിയ മുടി കിളിർത്ത് വരാനും അതുപോലെ മുടി നല്ല കറുക്കുവാനും സഹായിക്കും. തലമുടി നല്ല തിക്കായി വളർത്താൻ പറ്റിയ ഒരു ചെറിയ ടിപ്സ്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ലിക്വിഡ് തയ്യാറാക്കാൻ വേണ്ടി കേശവർദ്ധിനിയുടെ ഇല ഒരു 15 എടുക്കുക. കേശവർദ്ധിനിയുടെ ഗുണങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. പിന്നെ ചെറിയൊരു സവാള കൊത്തി അരിഞ്ഞെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു ആര്യവേപ്പിൻ്റെ ഒരു തണ്ട് മാത്രം മതി, കൂടുതലൊന്നും വേണ്ട. പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ചെമ്പരത്തിപ്പൂവ് കുറച്ച് കൂടുതൽ എടുക്കാം, എനിക്കിപ്പോൾ കുറച്ച് കൂടുതൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ചായപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ, 250 ml വാട്ടറും ചേർത്ത് നല്ലപോലെ തിളപ്പിക്കുക. ചെറിയ തീയിൽ വേണം തിളപ്പിക്കാൻ. തല നല്ലപോലെ മസാജ് ചെയ്ത് ചൂടാക്കിയതിന് ശേഷം വേണം ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കാൻ. തലയിൽ ഓയിൽ തേക്കുന്ന ദിവസം നിങ്ങളിത് തേക്കരുത്. തലയിൽ തേച്ച് പിടിപ്പിച്ച് നല്ലപോലെ മസാജ് ചെയ്യുക. മസാജ് ചെയ്ത്
മുടി കെട്ടി വെച്ചതിന് ശേഷം 1 മണിക്കൂറെങ്കിലും തലയിൽ വെക്കണം. മുടി നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം ഇത് കഴുകി കളയാൻ പാടുള്ളൂ. ഇതിപ്പോൾ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം ഒരു തുണിയിൽ വെച്ച് അരിച്ചെടുത്താലും മതിയാകും. ഇത് കണ്ടില്ലേ, ഇത്രയും മതി. ഇത് മതി, ധാരാളം മതി നമുക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ. ഇത്രയും നല്ലൊരു ഔഷധം വേറെ ഇല്ല. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ. ഇത് നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ, അങ്ങനെ നിങ്ങൾ 1 മാസം ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നല്ല ചെറിയ മുടി കിളിർത്ത് വരാനും അതുപോലെ മുടി നല്ല കറുക്കുവാനും സഹായിക്കും.